ഗുഡ് ഈവനിങ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് യു കെയിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ ഇവിടെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുൻപായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് വരുന്നവരുടെ കാര്യം പറയട്ടെ. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് 1 ഇയർ നിങ്ങൾക്ക് ഈ നാട്ടിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാവുന്നതായിരിക്കും. ആ 1 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും ക്ലാസ്സിന് പോവുകയും അതോടൊപ്പം നിങ്ങൾ അത് കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ 1 ഇയർ കഴിഞ്ഞാൽ നിങ്ങൾ ആരും എലിജിബിൾ അല്ല ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് വരുന്നവർക്ക്. അത് കഴിഞ്ഞ് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ലൈസൻസുകൾ അത് ഇൻ്റർനാഷണലായിട്ട് UK അതോറിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് അതിൽ വരുന്നതാണ്. അപ്പോൾ വേറെ കുറച്ച് രാജ്യങ്ങളുണ്ട്, അത് UKVAയുടെ സൈറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് ഇൻ്റർനാഷണൽ ലൈസൻസുകളെന്ന്. അപ്പോൾ ഫസ്റ്റ്, നിങ്ങളുടെ ഇൻ്റർനാഷണൽ ലൈസൻസ് നിങ്ങൾ എങ്ങനെ ഇവിടെ വന്ന് നമ്മുടെ ബ്രിട്ടീഷ് ഡ്രൈവിംഗ് ലൈസൻസായിട്ട് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ DVLA ഫോം, ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ ലൈസൻസിങ് ഏജൻസി എന്ന് പറയുന്ന ഒരു ഫോം കിട്ടും. ആ ഫോം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ഒരു യൂസർ ഗൈഡ് ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഈ യൂസർ ഗൈഡിൻ്റെ മേളിലുള്ള ആ ഫോട്ടോ അതൊന്നും വന്ന് അതിലുള്ളതല്ല, അതെൻ്റെ പ്രിയപുത്രൻ വരച്ച് വെച്ചിരിക്കുന്നതാണ്, അതൊന്നുമല്ല. അങ്ങനെ ഒരു സംഭവം അതിലില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യൂസർ ഗൈഡും അതിനുള്ളിൽ കിട്ടും. ഈ യൂസർ ഗൈഡിൽ ഓരോ പേജിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു എൻവലപ്പിലായിരിക്കും ഈ ഫോം ഇരിക്കുന്നത്. ഒരു എൻവലപ്പിൽ നിങ്ങൾക്ക് DVLA ഫോം, അതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു യൂസർ ഗൈഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരെണ്ണമായിട്ട് എടുത്തില്ല. കാരണം അഥവാ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി നമ്മൾ ഫില്ല് ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയാലോ പിന്നെ അവിടം വരെ പോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 ഫോം എടുത്തു അവിടെ നിന്ന്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഒരു 2 ഫോം എടുത്ത് കയ്യിൽ വെക്കുക. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ വന്ന് ആ ഫോം നമ്മൾ എടുത്തു കഴിയുമ്പോൾ ആ ഫോമിൽ ഒരു 6-7 ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം വന്നിട്ട് നമ്മൾ 1 by 1 ആയിട്ട് ഫില്ല് ചെയ്യണം. അതിലെ ഫസ്റ്റ് ഈ 8 കണ്ടൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. ഫസ്റ്റ് വൺ, വാട്ട് ആർ യു അപ്ലൈയിങ് ഫോർ? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്? അതായത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് വല്ലോ മോഷണം പോയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് ചേഞ്ച് ചെയ്യാനാണോ, നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്, ഇപ്പോൾ ഓരോ പേജിലും നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള കാര്യം ഫുള്ള് വായിച്ച് നോക്കി വേണം. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്? നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്ഷൻ അതിന് വേണ്ടിയിട്ടാണോ? അപ്പോൾ അതെല്ലാം നോക്കി വേണം നിങ്ങൾ ഓരോ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ നെയിം, കറൻറ്റ് അഡ്രസ്സ്, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു ഇതാണ് നിങ്ങളുടെ പാർട്ട് 2 കഴിഞ്ഞു. മൂന്നാമത്തതിൽ നിങ്ങളുടെ ഐസൈറ്റ് എങ്ങനെയാണ്, എന്തെങ്കിലും വിഷന് പ്രോബ്ലം ഉണ്ടോ, സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ഓപ്ഷൻ ഉണ്ട് 3-ൽ തന്നെ, ഓർഗൻ ഡൊണേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന്. നമ്മളതിലൊന്നും ചെയ്തില്ല. നിങ്ങൾക്ക് അവിടെ ഒരു താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓർഗനാണ് അതെല്ലാം ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്.
നാലാമത് നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്ലീപ്പ് ആപ്നിയ സിംറ്റംസ് ഒക്കെ ഉണ്ടോ, അങ്ങനെയുള്ളതൊക്കെ ഓപ്ഷനാണ് നിങ്ങൾ 4th കാറ്റഗറിയിൽ ഫില്ല് ചെയ്യാനുള്ളത്. അഞ്ചാമതായിട്ട് നിങ്ങൾ എന്ത് പ്രൂഫ് ഓഫ് കാറ്റഗറിയാണ്, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി അതാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നമ്മുടെ BRP കാർഡ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ BRP കാർഡ് ടിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ, അതാണ് 6ൽ പറയുന്നത്, നിങ്ങളുടെ ഒരു ഫോട്ടോ ഐഡൻറ്റിറ്റിക്കായിട്ട് ഒരു ഫോട്ടോ വേണ്ടതാണ്. അപ്പം അത് പിന്നെ ലാസ്റ്റിൽ നമ്മുടെ ഡിക്ലറേഷന്, നമ്മുടെ സിഗ്നേച്ചർ ഇതെല്ലാം വയ്ക്കുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റിൽ നമ്മുടെ അഡ്രസ്സ്, അവിടെ കുറേ പോസ്റ്റ് കോഡ് സഹിതം കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ്, അതായത് ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഓരോന്നിനും പ്രത്യേകം പോസ്റ്റ് കോഡാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ചെയ്യുക. നിങ്ങൾ അത് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണോ, അതോ ഇൻ്റർനാഷണൽ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാനാണോ, അതോ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഓരോന്നിനും ഓരോ പോസ്റ്റ് കോഡാണ്. കറക്റ്റായിട്ട് നിങ്ങളുടെ പോസ്റ്റ് കോഡ് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പോസ്റ്റ് കോഡ് എടുക്കുക. ആ പോസ്റ്റ് കോഡ് മാത്രം പുറത്ത് എൻവലപ്പിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ദുബൈയുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻ്റർനാഷണൽ ലൈസൻസ് ഞങ്ങൾ ചേഞ്ച് ചെയ്തത് അതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് മിനിസ്ട്രിയുടെ ഒരു ഫോം നമ്മൾ വാങ്ങിയിട്ടാണ് വരുന്നത്. ആ ഫോം, ഈ DVLA ഫോം, നമ്മുടെ BRP കാർഡ്, ദുബൈയുടെ, അതായത് നമ്മുടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഏതാണോ, ഇത്രയും സാധനങ്ങൾ കറക്റ്റായിട്ട് ആ എൻവലപ്പിലിട്ട് നമ്മൾ അയക്കുന്ന പോസ്റ്റ് ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞ് നമ്മൾ അയക്കുന്നതിന് ഒരു ചാർജ് ഉണ്ട് അവിടെ. അപ്പോൾ ആ ചാർജ് ഒരു 43 പൗണ്ടാണ് ഞങ്ങൾക്കായത്. ആ 43 പൗണ്ടും പിന്നെ നമ്മുടെ അയക്കുന്ന ഒരു കൊറിയർ ചാർജ് പോലെ ഒരു 7.95 അങ്ങനെ എന്തോ ഒരു പൗണ്ടും കൂടി ചേർത്ത് മൊത്തം 50ക്ക് അടുത്തായി. അപ്പോൾ 50 ആയി. അപ്പോൾ ആ 50 പൗണ്ടും കൂടി ചേർത്ത് നമ്മളത് അയക്കുന്നു. പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക, അയക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഒന്നുകൂടി ഡബിൾ ചെക്ക് ചെയ്യുക. ഞങ്ങൾക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഓരോ ഓപ്ഷൻ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ ആ ഒരു കോളം ടിക്ക് ചെയ്യാൻ മറന്നുപോയി. അതായത് 4th ഓപ്ഷൻ ടിക്ക് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ അപ്പോൾ മാക്സിമം ഇവർ പറയുന്ന ടൈം പീരീഡ് 3 വീക്സ് ആണ്. ഞങ്ങൾക്കൊരു 2 വീക്സ് കഴിഞ്ഞപ്പം അതുപോലെ റിട്ടേൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ അവർ പുതിയൊരു എൻവലപ്പും വെച്ചിട്ടാണ് അയച്ചത്. കാരണം പഴയ എൻവലപ്പിൽ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. പുതിയൊരു എൻവലപ്പും എക്സ്ട്രാ നമുക്ക് അയച്ചു തന്നിട്ട് അതിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ 4th ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്തിട്ടില്ല. അവർ റെഡിങ് കൊണ്ടിട്ട് അവർ എന്തൊക്കെ വന്ന് വെരിഫിക്കേഷൻ ചെയ്തു അതെല്ലാം ടിക്കും ചെയ്തു. നമ്മൾ ഫില്ല് ചെയ്യാൻ വിട്ടുപോയത് എവിടെയാണോ അവിടെ ഇൻറ്റു മാർക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ അവരൊരു നോട്ടീസ് പോലെ, ഒരു ലെറ്റർ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ ID വെരിഫിക്കേഷൻ ഓൾറെഡി കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇനി BRP കാർഡ് നിങ്ങൾ അയച്ചു തരേണ്ടതായിട്ടില്ല. ഈ പാർട്ട് ഞങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. സോ നിങ്ങളുടെ 4th, അതായത് നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ ഫില്ല് ചെയ്തിട്ടില്ല, ഫില്ല് ചെയ്ത് തിരിച്ചയച്ചു തരാൻ. അപ്പം ഞങ്ങളത് അന്ന് തന്നെ ഫില്ല് ചെയ്തിട്ട് ആ ഒരു ഓപ്ഷൻ, പുതിയൊരു DVLA ഫോം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, എക്സ്ട്രാ എടുത്തത് ഗുണമായി. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്തിട്ട് അത് ഞങ്ങൾ അയച്ചു കൊടുത്തു. അപ്പോൾ ആ അയച്ചു കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് രണ്ടാമത് BRP കാർഡ് വെക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ ഒരു 1.5 വീക്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡയറക്റ്റ് ബ്രിട്ടീഷ് ലൈസൻസ് വരുമായിരുന്നു. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും പേടിക്കാനില്ല. അതിനകത്ത് ഇങ്ങനെ ഒരു യൂസർ ഗൈഡ് ഉണ്ടാകും. കണ്ടോ, ഈ ഒരു യൂസർ ഗൈഡ് ഉണ്ടാകും. അതിൻ്റെ ഈ പുറത്ത് കാണുന്ന ഈ ഒരു സംഭവമാണ് DVLA ഫോമിൻ്റെ ഒരു മോഡൽ. അപ്പം ഈ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തനിയെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത് തീർച്ച. അപ്പോൾ അങ്ങനെ പോയിട്ട് ഫില്ല് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ ലൈസൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ല, ഇപ്പം ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ പ്രത്യേകം ഓർത്തുകൊള്ളുക. ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് പലരും 1 ഇയർ ആയിട്ടും അതൊന്നും ചെയ്യുന്നില്ലെന്ന്. 1 ഇയർ ആയിട്ടും ക്ലാസ്സിന് പോവുകയോ ടെസ്റ്റിന് അപ്ലൈ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഇപ്പോഴും എത്ര വർഷമായിട്ടും ആ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിൽ വണ്ടി ഓടിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റി എനിക്കറിയില്ല. അതെവിടെ ആയെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ നിങ്ങൾ പ്രധാനമായിട്ടും റൂൾസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും താങ്ക് യു. ഒരു പ്രാവശ്യം കൂടി എൻ്റെ വീഡിയോ ഇതുവരെ ആദ്യമായിട്ട് ഇതുവരെ കാണാതെ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വ്യൂസ് ഉണ്ട്, പക്ഷേ അങ്ങനെ സബ്സ്ക്രിപ്ഷൻ കുറവാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ശരി, താങ്ക് യു.